Hi all, welcome back to Arif EV4 Searching Knowledge. Today we are going to learn the analytical break-even chart. We already learned some of the break-even charts like simple break-even chart, then contribution break-even chart in different ways also. So we are moving toward the analytical break-even chart. Okay. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രേക്ക് ഇവൻ ചാർട്ടിൽ അഥവാ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ഒരു സിംഗിളായിട്ടുള്ള ഒരു ലൈനിൽ മാത്രമായിട്ട് നമ്മൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു വാരിയബിൾ കോസ്റ്റ്. എന്നാൽ ഈ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിളായിട്ടുള്ള ലൈനിൽ ഒതുക്കാൻ മാത്രമുള്ള ഒരു വസ്തുവല്ല എന്നുള്ളതാണ് അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ പറയുന്നത്. അഥവാ നമുക്കറിയാം ഈ ഒരു ടോട്ടൽ വാരിയബിൾ കോസ്റ്റാണ് നമ്മൾ വാരിയബിൾ ലൈൻസ് ആയിട്ട് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്, വാരിയബിൾ കോസ്റ്റ് ലൈനായിട്ട് ഇവിടെ വരച്ചിട്ടുള്ളത്. അഥവാ നിങ്ങൾക്കറിയാം ഒരു ഓറഞ്ചിന് അതിൻ്റെ നമുക്കറിയാം ഓരോ അല്ലികൾ എന്ന് പറയും മലയാളത്തിൽ അല്ലേ. അപ്പോൾ അല്ലികൾ ചേർത്തിട്ടാണ് അതൊരു ഓറഞ്ചായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ചാണ്, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഓറഞ്ചാണ് എന്ത് വാരിയബിൾ കോസ്റ്റ്. ഇതിൽ പലതരത്തിലുള്ള അല്ലികൾ ചേരുന്നുണ്ട്. അഥവാ നമുക്ക് ഈ ഒരു വാരിയബിൾ കോസ്റ്റിനെ തന്നെ വി ക്യാൻ ഓൾസോ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, സോ അതേതൊക്കെയാണ് അതിൻ്റെ അല്ലികൾ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ്, variable overhead, selling overhead, distribution overhead. Okay, like that we can divide the variable overhead into different parts. Okay, അപ്പം നമുക്ക് ഒരു സിമ്പിൾ ഒരു ലൈൻ മാത്രം വരയ്ക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ ആകെ വരയ്ക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട്, എല്ലാ ഫിഗേഴ്സിൻ്റെയും ടോട്ടൽ എടുത്തിട്ടാണ് നമ്മൾ എന്തിൽ വരയ്ക്കുന്നത്, നമ്മൾ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കുന്നത്, അത് ഏത് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൻ്റെ മീനിങ്ങിലോട്ട് ഒന്ന് പോവാം. ദ അനാലിസിസ് ദ വാരിയബിൾ കോസ്റ്റ്. ഓക്കെ, വാരിയബിൾ കോസ്റ്റിനെ അനലൈസ് ചെയ്യുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. As direct material, direct wages, variable factory overhead, variable office overhead, variable selling overhead, distribution overhead, ഇങ്ങനെ പല പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാരിയബിൾ കോസ്റ്റിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ പോയിന്റ് വേർ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ദ ടോട്ടൽ സെയിൽസ് ലൈൻ. നമുക്ക് നോർമലി അറിയാം, നിങ്ങൾക്ക് സെയിൽസ് ലൈനും അതുപോലെ തന്നെ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മുടെ BEP വരുന്നത് എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ മൂവ്. നമുക്ക് ഇതിനൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ട് വെച്ചിട്ടുണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാലോ, OX ആക്സസ് വരയ്ക്കുന്നു, OY ആക്സസ് വരയ്ക്കുന്നു, ടോട്ടൽ സെയിൽസ് ലൈൻ വരയ്ക്കുന്നു, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ലൈനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു. സോ ഈ വാരിയബിൾ കോസ്റ്റിനെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഗ്രി കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഒരു ഡിഗ്രി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ്, വാരിയബിൾ കോസ്റ്റ് ലൈനാണ്. ഈ വാരിയബിൾ കോസ്റ്റ് ലൈനിൽ നമുക്ക് ഈ ഒരു വാരിയബിൾ കോസ്റ്റിനെ പല രീതിയിലുള്ള പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കുറവാണ്. സോ പ്രോബ്ലം ഇല്ല, ജസ്റ്റ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. വാരിയബിൾ കോസ്റ്റ് ലൈൻ ഒറ്റ ലൈനായിട്ട് വരയ്ക്കുന്നതിന് പകരം അതിന് തന്നെ പല പാർട്സുകളായിട്ട് അതിൻ്റെ എലമെൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഈ ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം ഓൾറെഡി OX ആക്സിസിൽ എന്ത് എഴുതണം, OY ആക്സിസിൽ എന്ത് എഴുതണം, ടോട്ടൽ കോസ്റ്റ് ലൈൻ എങ്ങനെ വരയ്ക്കണം, ടോട്ടൽ സെയിൽസ് ലൈൻ എങ്ങനെ വരയ്ക്കണം,
ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് വരക്കണം. BEP എപ്പോഴാണ് കിട്ടുന്നത്, അതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ താഴെയാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾസ് ഓഫ് ഇൻസിഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ നോർമലി നമ്മൾ വാരിയബിൾ കോസ്റ്റ് ഇങ്ങനെ ഒറ്റ ലൈൻ മാത്രമേ വരയ്ക്കാവൂ. ഇതിൽ 4 ആണ് നമ്മുടെ പ്രീവിയസ് കോസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പല പല ഡിവിഷനായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് കോഡ് ദ പോം. സോ വി ആർ മൂവിങ് ടുവേർഡ് ദ നെക്സ്റ്റ് ബ്രേക്ക് ഇവൻ ചാർട്ട്. ഇതിലും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് കൺട്രോൾ ബ്രേക്ക് ഇവൻ ചാർട്ട്. Control break-even chart. This chart is used by the management for the control purpose. നമുക്കറിയാം അതിൻ്റെ ഒരു break-even chartൻ്റെ meaning itself. It says that it is related with the control purpose. Okay. So managers control purpose-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടിനെയാണ് control break-even chart എന്ന് വിളിക്കുന്നത്. So it is prepared when the budgetary control system was followed by the organization. ഒരു ഓർഗനൈസേഷൻ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എങ്കിലാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം? യു നോ ദാറ്റ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒറിജിനലി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് ഇത്രയാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഈ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള കോസ്റ്റും, ഇതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്ച്വലി എത്ര കോസ്റ്റ് വന്നു, അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബഡ്ജറ്റ് ഡിഫറൻസ് ഓർ ഡീവിയേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ബഡ്ജറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളതിനെ ബഡ്ജറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇത് സ്റ്റാൻഡേർഡാണ്. ആക്ച്വലി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡാണ്, സംഭവിച്ചത് ആക്ച്വൽ കോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ, അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് അസ്യൂം ദാറ്റ് ഇസ് എൻ 100. ഓക്കെ, 100 രൂപ ആണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ദെൻ അത് അനലൈസ് ചെയ്തു, ഞാൻ ആക്ച്വലി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. സോ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ 100 ആൻഡ് ഓൾസോ 120. ഓക്കെ, ഗ്യാപ്പ് വിൽ ബി 20 rupees. സോ ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഈ ഒരു 20, ആ ഒരു ഡിഫറൻസ്, ഇതിനെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളെയും, കോസ്റ്റിനെ ആണെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൺട്രോൾ ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, so the main purpose of preparing this chart is to show the comparison between the actual and the budgeted data. Okay, actually എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വരുന്നത്, ആ ഒരു ബഡ്ജറ്റ് വേരിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇത് കോസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് പറ്റുന്നത്. സെയിൽസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതും ഒറിജിനലി സെയിൽസും ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ തന്നെ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആക്ച്വൽ BEPയും നമ്മൾ ആക്ച്വലി എന്താണോ BEP നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള BEP ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ നമുക്ക് ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ആക്ച്വൽ പ്രോഫിറ്റ് ആൻഡ്
ബഡ്ജറ്റഡ് പ്രോഫിറ്റ് നോർമലി എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് എന്തായിരുന്നു, അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ്, ആക്ച്വലി നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ഇവൻ ചാർട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് എല്ലാ കാര്യങ്ങൾക്കും വെക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഒറിജിനലി ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുമായിട്ടോ അല്ലെങ്കിൽ ഇൻകംസുമായിട്ടോ അത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ചാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറിജിനലി ഇപ്പം ഞാൻ നേരത്തെ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, 100 രൂപ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ 120 രൂപ വന്നു, 20 രൂപ ഈ ഒരു കോസ്റ്റ് എനിക്ക് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചില്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഒറിജിനലി ഉണ്ടായതും ആക്ച്വലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ വാരിയേഷൻ മനസ്സിലാക്കിയിട്ട് അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യുമെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഇവൻ ചാർട്ട് വരച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കൺട്രോൾ ബ്രേക്ക് ഇവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.